ഒരിടവേളയ്ക്ക് ശേഷം ശശി തരൂർ കേരള രാഷ്ട്രീയത്തിൽ സജീവമാകുകയാണ്. അതിൻ്റെ ചില സൂചനകളൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ടാണോ തരൂരിൻ്റെ ഈ നീക്കം? അദ്ദേഹത്തിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. അല്ലെങ്കിലോ നിരനിരയായി നിൽക്കുകയാണ്. ഇതിന് വേറെ ചില ലക്ഷ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തരൂര് 6 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഹിളാ അസോസിയേഷൻ്റെ പരിപാടിയിലാണ് പങ്കെടുത്തിരിക്കുന്നത്. മഹിളാ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസ് അവിടെ വന്ന് നേതാക്കന്മാരെ എല്ലാവരുടെയും ചെന്ന് ഹസ്തദാനം ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കുന്നു, ആകെ ഓടി നടക്കുകയാണ്. അപ്പോൾ ആ വരവിന് പിന്നിൽ എന്തെങ്കിലും ഇല്ലാതിരിക്കത്തില്ല. കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല കേട്ടോ. അത് നമുക്കറിയാവുന്നല്ലേ. 2000 അത്ര പഥ്യമല്ല. 2009 തരൂര് മത്സരിക്കാൻ വന്നപ്പോഴും കോൺഗ്രസ്സുകാരങ്ങോട്ട് മുഴുവനായിട്ട് അംഗീകരിച്ചില്ല. ഇത് എവിടുന്ന് കെട്ടിയിറക്കിയത്, മലയാളം അറിയാത്ത ആള് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അധിക്ഷേപിച്ചു. 14 അങ്ങനെയൊക്കെ ഉണ്ടായി, 19 ഉണ്ടായി, 24 ഉണ്ടായി. പക്ഷെ ഇതെത്ര പറഞ്ഞിട്ടും അതിജീവിച്ചു പോയി. കാര്യം എന്താണ്? ഈ തരൂരിൻ്റെ കൂടെ തരൂരിൻ്റെതായ ഒരു മിഷനറി ഉണ്ട്. അല്ലാതെ ഈ കോൺഗ്രസ് മിഷനറി അല്ല, തരൂരിൻ്റെ ഒരു മിഷനറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തന്നെ തരൂരിൻ്റെ പ്രചാരണത്തില് വലിയ ആളും ബഹളവും ഒക്കെ കണ്ടോ? കണ്ടില്ല. ഏതോ ഒരു ഭാഗത്തൊക്കെ ചെന്നപ്പോൾ ഈ തേര് മാത്രം ഇങ്ങനെ പോവുകയാണ്. തരൂരും ഉണ്ട്, വേറെ 2 പേരും ഉണ്ട്. പക്ഷെ തരൂരിൻ്റെ ഒരു മിഷനറി അല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവസാനം വന്നപ്പോഴും 15,000 വോട്ടിന് കയറി വിജയിച്ചില്ലേ? അത് തരൂരിൻ്റെ വേറൊരു ചില കാര്യങ്ങളൊക്കെ, ഇടപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ എന്നുള്ളതാണ്. അതാണ് ആ വിജയം. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ഇടയ്ക്ക് തരൂരൊരു വരവ് വന്ന് പാണക്കാട് പോയി, പെരുന്നയിൽ പോയി, എല്ലാ പൗരമുഖ്യന്മാരെയും ഒക്കെ കണ്ട് ഒരു ആരവും ബഹളവും ഒക്കെ ഒന്ന് ഉണ്ടാക്കി. അപ്പൊ അന്ന് എല്ലാവരും പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രി തരൂരാണ് എന്നൊക്കെ പറഞ്ഞു. കോൺഗ്രസിൽ ഉടനെ വലിയ വെടിപൊട്ടലും ചീറ്റലും പാണക്കാടും ഒക്കെ പോയതാ. അതെ അതെ. മുസ്ലിം ലീഗുകാർക്ക് സന്തോഷം കേട്ടോ തരൂര് വരുന്നതിൽ. മുസ്ലിം ലീഗുകാർക്ക് സന്തോഷമാണ്, മുല്ലപ്പള്ളി പോലുള്ള നേതാക്കൾക്ക് സന്തോഷമാണ് തരൂര് കടന്നു വരുന്നത്. പിന്നെ ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, ഈ MP എന്നുള്ള രീതിയിൽ പരാജയമായിട്ടാണ് ഞാൻ കാണുന്നത് കഴിഞ്ഞ 4 തവണയായിട്ട്. പക്ഷെ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു അലങ്കാരമാകട്ടോ ഇതൊക്കെ പറഞ്ഞാല്. ഇദ്ദേഹം വരുന്നത് ഒരു വലിയ കെട്ടുകാഴ്ച പോലെയാണ്. സെൻട്രൽ ട്രാവൻകൂറിൽ ഒരു എടുപ്പുകുതിര പോലെ ആണ് എന്ന് പറഞ്ഞാലേ. മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ഒരു ഹൈ പ്രൊഫൈലുള്ള ഒരാളെന്ന് പറയുമ്പം ഏത് മലയാളിക്കും ഒരു സന്തോഷമാണ്, അഭിമാനമാണ്. അങ്ങനെ തരൂരിനെ ഉയർത്തി കാണിച്ചാൽ സ്ത്രീകളുടെ വോട്ടൊക്കെ ധാരാളം കിട്ടും. അദ്ദേഹം സ്ത്രീകൾക്ക് വലിയ ബഹുമാനവും സ്നേഹവും ഒക്കെയാണ്. യൂത്തിന്റെ വോട്ടും കിട്ടും, ചെറുപ്പക്കാരുടെ വോട്ട്. കാരണം ഇദ്ദേഹം ഇത്രയും പ്രായമായിട്ടും അതൊക്കെ ഒരു സംഖ്യ മാത്രം പോട്ടെ. അദ്ദേഹം ഒരു ഹൈടെക് ആണ്. അതെ, ഹൈടെക് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന് ഒരു നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനായിട്ടാണ് കേരള സമൂഹമുണ്ട്. ഇവിടെ ഇതൊക്കെ ചെയ്യാനും സമ്മതിക്കാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ അദ്ദേഹം വന്നപ്പോൾ തന്നെ 2009 പറഞ്ഞത് തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും. ഇത് ഇവിടെ നടക്കത്തില്ല ഈ വക കാര്യങ്ങളൊന്നും. ഇവിടെ ഭരിക്കുന്നവരും കൂടെ സഹകരിക്കും. ഇവിടെ ഈ കുത്തഴിഞ്ഞ റോഡും പൊളിഞ്ഞു കിടക്കുന്ന അതിനകത്തൂടെ വണ്ടി ഓടിച്ചു പോകുന്നതൊക്കെയാണ്. വെള്ളക്കെട്ട് അങ്ങനെ ജീവിക്കുന്നത് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമാണ് തോന്നുന്നത്. അപ്പൊ ഈ തരൂര് ഇറക്കിയത് എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡ് തന്നെ ഇങ്ങോട്ട് വിട്ടതാണോ എന്നൊരു സംശയമുണ്ട്. കാരണം പിടികിട്ടണം, ഇത് സംഭവം എന്തോ കാര്യങ്ങൾ അങ്ങ് പോകുന്നു എന്നവർക്കൊരു തോന്നലുണ്ടായി. സുകുമാരൻ നായർ അങ്ങോട്ടേക്ക് ചായുന്നു CPM-നോടൊപ്പം. ഇതിനിടയ്ക്ക് PJ കുര്യനും തിരുവഞ്ചൂരും പോയി കാണുകയും ചെയ്തു. പക്ഷേ ഈ സുകുമാരൻ നായരും പക്ഷവും ഒക്കെ അങ്ങോട്ടേക്ക് നിന്നു കഴിഞ്ഞാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് കോൺഗ്രസ് ഭയക്കുന്നു. ഹൈക്കമാൻഡ് ഇറക്കിയെന്ന് വെച്ചാൽ ഇവിടൊക്കെ ഉള്ള ഇനിയും പച്ചത്തുരുത്തായിട്ട് നിൽക്കുന്നത്, ഇവിടം കൂടി ഇനിയും കിട്ടാതെ വന്നു കഴിഞ്ഞാൽ തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു. കോൺഗ്രസിന്റെ അവസാനത്തെ ആണിയാ പെട്ടിയിൽ അടിക്കുന്നത്. ഇപ്പൊ നോക്കണേ, തരൂരിനെ ഹൈക്കമാൻഡ് അങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? തരൂര് ഓപ്പറേഷൻ സിന്ദൂറിനെയും നരേന്ദ്രമോദിയെയും BJP ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രകീർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. നമ്മൾ തരൂരിന്റെ കാര്യത്തിൽ പലരും നമ്മളെല്ലാരും കൂടെ ചേർന്ന് തരൂരിനെ വൈസ് പ്രസിഡന്റ് ആക്കി, അല്ല ചില കേന്ദ്രമന്ത്രിയാക്കി, വിദേശകാര്യ വിദഗ്ധനാക്കി, എന്തോ സ്ഥാനങ്ങളൊക്കെ കൊടുക്കും, UN സെക്രട്ടറി ജനറൽ വരെ ആകുമെന്ന് പറഞ്ഞു.
അപ്പോഴൊക്കെ തരൂര് പറഞ്ഞു ഇതൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു പ്രതിപക്ഷത്തെ ഒരു MP ആയിട്ട് തുടരും, പക്ഷെ രാജ്യത്തിന് ഞാൻ വേണ്ടതെല്ലാം ചെയ്യും. ദേശസ്നേഹി എന്നുള്ള രീതിയിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഉപതെരഞ്ഞെടുപ്പ് വരെ വരും, ഉടനെ ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയി. കെ മുരളീധരൻ വിചാരിച്ചു സൗകര്യമാണ്, എനിക്ക് പാർലമെന്റിലേക്ക് പോകാം എന്നും മുരളീധരൻ കണക്ക് കൂട്ടി. പക്ഷേ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ലീഗ് ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ലീഗിന് ഈ ഹൈക്കമാൻഡ് എങ്ങനെ ഭരണം പിടിച്ചേ പറ്റൂ. ലീഗിന് ഹൈക്കമാൻഡിൽ നല്ല ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ എത്തിച്ചു കൊടുക്കുന്ന കോൺഗ്രസിനകത്ത് ഈ അടി വെട്ട് കുത്ത് കലഹമെല്ലാം എത്തിച്ചു കൊടുക്കുന്നത് ലീഗാണ്. ലീഗിന് ഈ സ്പൈ വർക്ക് പരിപാടിയുണ്ട്. സ്പൈ വർക്ക് നടത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നന്നാകാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇത് അടിച്ചു തിരിഞ്ഞ് പോകുമെന്നറിയാം. ഇടയ്ക്ക് ഇവരെല്ലാം മുഖ്യമന്ത്രി, ഞാൻ വീഡിയോ സന്ദേശം പറഞ്ഞു ഞാനാ മുഖ്യമന്ത്രി, കെ സുധാകരൻ പറഞ്ഞു എനിക്കെന്താ കുഴപ്പം, ചെന്നിത്തല പറയുന്നു ഇപ്പൊ ആയില്ല പിന്നെ ഞാൻ ഇനി എപ്പോഴാണ് ആകുക എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ ലീഗ് ഇത് കൃത്യമായി കൊടുത്തു. എനിക്ക് തോന്നുന്നു ലീഗിന്റെ നിർദ്ദേശമായിരിക്കും മുന്നോട്ടേക്ക് ഇറക്കിയത്. ലീഗ് പറഞ്ഞാൽ ചെയ്യും. കാരണം അല്ലെങ്കിൽ ലീഗ് എല്ലാം കൂടെ വലിച്ചൂരിക്കൊണ്ട് പോയാൽ എന്ത് ചെയ്യും? തീർന്നില്ലേ? അതെ അതെ. അയ്യോ, പിന്നെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസ് ഇല്ല. ഒന്നാമത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും നിലം തൊടി ഹിന്ദുക്കളെ മുഴുവൻ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. എത്ര വിജയിക്കുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ എന്തായാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു ചിത്രം വ്യക്തമാവും, കിട്ടും. ക്ലിയർ ആകത്തില്ല എങ്കിലും ഒരു ഏകദേശം എങ്ങോട്ടേക്ക് വീശുന്നു, കാറ്റ് എങ്ങോട്ടാണെന്ന് അറിയാം എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ തരൂരിനെ മുന്നിൽ നിർത്തിയതായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒന്നിൽ പ്രിയങ്ക ഗാന്ധി അവരെ ഇറക്കി നോക്കെ. അതെ അതെ, വേണമെങ്കിൽ സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പ്രിയങ്ക ഗാന്ധിയെ കാണുന്നത് ഇന്ദിരാഗാന്ധിയുടെ പ്രതിരൂപമായിട്ടാണ് ഇവർ കാണുന്നത് പലരും. വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത്? മുത്തശ്ശിയുടെ മൂക്ക് മൂക്ക് അതാ ഇന്ദിരാഗാന്ധി ഇതാ വന്നിരിക്കുന്നു വയനാട്ടിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ വയനാട്ടിൽ അവരിപ്പം പ്രിയങ്ക വന്ന് ആര് നിന്നാലും ജയിക്കും കോൺഗ്രസിൽ നിന്ന് എഴുതി കാണിച്ചാൽ മതി. അവിടെ കൈപ്പത്തി കാണിച്ചാൽ മതി. അത് ആരാണ് എന്നുള്ളതൊന്നും അന്വേഷിക്കത്തില്ല, വോട്ട് ചെയ്തിരിക്കും. അപ്പോൾ തരൂര് വരുമ്പോൾ ഒരു പക്ഷേ സുകുമാരൻ നായരെ ഈ ഡൽഹി നായരെ സുകുമാരൻ നായർക്ക് അംഗീകരിക്കാൻ മടിയുണ്ടാകും. അല്ല, അദ്ദേഹം നേരത്തെ പറഞ്ഞല്ലോ ഡൽഹി നായരല്ല അസൽ നായരാണെന്ന് പറഞ്ഞല്ലോ. അതെ. അപ്പോൾ ഇവർ എന്തെങ്കിലും കാര്യം ഉണ്ടാകും. കോൺഗ്രസിലേക്ക് സുകുമാരൻ നായരെ അടുപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തരൂരിനെ ഉപയോഗിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്. തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാൽ ഇവര് സ്വസ്ഥത കൊടുക്കുമോ? ഇനി ഭരണം കിട്ടിയാലും അതാണ് അവിടുത്തെ വിഷയം. കോൺഗ്രസ് ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇവിടുത്തെ KPCC ഇത് വലിയ വിഷയമാക്കും. മറിച്ച് എല്ലാം വെക്കും. മറിച്ച് പ്രിയങ്കയെ ഇറക്കി പ്രിയങ്ക മുഖ്യമന്ത്രി ആയെന്ന് വിചാരിക്കും. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയാൽ അവിടെ പിന്നെ ഇത്രയും പാരകളും ശല്യങ്ങളും വരില്ല. കാരണം അവിടുന്ന് പറയുന്ന അനുസരിച്ചല്ലേ. ഇപ്പം KC വേണുഗോപാൽ വന്നാൽ സ്വസ്ഥത കൊടുക്കത്തില്ല. വേണുഗോപാലിനും വലിയ വെല്ലുവിളി നേരിടും. സതീശൻ മുഖ്യമന്ത്രി ആയാലും സ്വസ്ഥത കൊടുക്കത്തില്ല. ചെന്നിത്തലയായാലും ആരായാലും ബാക്കിയുള്ളവന്മാരെല്ലാം കൂടെ ചേർന്ന് പാരോ. പിന്നെ തരൂരിനെ ഇറക്കിയാലുള്ള നേട്ടം ഇവർക്ക് 10 സീറ്റ് കൂടുതൽ കിട്ടും, ഉറപ്പാണ്. അത് ചെറുപ്പക്കാരുടെയും സ്ത്രീകളുടെയും. കാരണം ശശി തരൂരിനെ പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈ പ്രൊഫൈലുള്ള വിശ്വപൗരനായിട്ടുള്ള നരേന്ദ്രമോദി പോലും അംഗീകരിച്ചിട്ടുള്ള ശശി തരൂർ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരാണ് വേണ്ടത്. ഗ്ലാമറുള്ള മുഖ്യമന്ത്രി, അല്ലാതെ പിന്നെ പിണറായി വിജയനെ പോലെ മസിൽ പിടിച്ച ഇങ്ങനെ നടക്കുന്ന അല്ലെ കടക്കപ്പുറത്ത് ഇങ്ങനെയൊക്കെ ധാർഷ്ട്യം കാണിക്കുന്ന ഒരാളെ അല്ല എന്നുള്ളതായിരിക്കും. അല്ല, കോൺഗ്രസിന് അതൊരിക്കലും ചേരുകയുമില്ല. കോൺഗ്രസിന് ചേരത്തില്ല. കോൺഗ്രസിന് ഉമ്മൻചാണ്ടിയെ പോലെ, AK ആന്റണിയെ പോലെ, K കരുണാകരനെ പോലെ ഇത്തിരി തമാശയൊക്കെ പറഞ്ഞ് ജോളിയായിട്ട് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് പോകുന്ന അങ്ങനെ ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് കാര്യമുള്ളൂ. തരൂർ ഈ പരമ്പരാഗത രാഷ്ട്രീയക്കാരന്റെ മുഖമല്ലല്ലോ തരൂരിനുള്ളത്. അതല്ല. പരമ്പരാഗത രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാല് കക്ഷത്തിൽ ഒരു ഡയറി ഇടുക്കി കതറ് വിട്ട് അവിടെ ഇവിടെയൊക്കെ ഈ കതറ് കുറച്ച് കീറിപ്പറിഞ്ഞ് പിഞ്ചി പോക്കറ്റിൽ പണ്ടത്തെ ഒരു രീതിയാണ്. ഒരു 100 നോട്ട് ഇല്ല സാർ. ഈ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തന്നെ പഴയ ചില ചിത്രങ്ങളൊക്കെ കണ്ടാൽ അദ്ദേഹം ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോൾ കയ്യിൽ എപ്പോഴും ഒരു ഡയറി. ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, അതിനൊക്കെ മാറ്റം വരുത്തിയത് കോൺഗ്രസില്. ഇപ്പൊ കുഴൽനാടൻ ഹൈടെക് ആണ്. പാന്റൊക്കെ ഇട്ട് നിയമസഭയിൽ വരും. അതൊന്നും ഒരു വിഷയം. പിന്നെ ഷാഫി പറമ്പില് ഒരു വേഷത്തിലൊന്നും വലിയ നിർബന്ധമുള്ള തലമുറയല്ലേ. കുഴൽനാടനൊക്കെ രാഹുൽ മാങ്കൂട്ടോ അങ്ങനെയാണ്, അത്തരത്തിലാണ് വരുന്നത്. അല്ല, ഇനിയുള്ളവരെല്ലാം അത്തരത്തിൽ തന്നെ ആയിരിക്കും.
കുഴൽനാടൻ അതിനേക്കാൾ മുമ്പ് ഉള്ള ഒരു ഇവരെക്കാളൊക്കെ പ്രായത്തിൽ മുമ്പിൽ നിൽക്കുന്ന ആളല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് വരേണ്ടതെന്നുള്ളതാണ്. ഇപ്പൊ പിന്നെ തരൂരിനെ പോലുള്ള ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നുണ്ടെങ്കിൽ അതിനകത്ത് ജാതി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പലരും കേരളത്തിലുള്ളവർ അഭിമാനിക്കും. തരൂരിന് പിന്തുണയും കിട്ടും. തരൂരിനെ പോലുള്ള ഒരു നല്ല പ്രൊഫൈലുള്ള ഒരാളാണല്ലോ ഞങ്ങളുടെ മുഖ്യമന്ത്രി എന്നുള്ള രീതി. അതിനനുസരിച്ചുള്ളവരായിരിക്കണം താഴെയുള്ള മന്ത്രിമാരും. അല്ലാതെ ഈ പിന്നെ കോട്ട് വിട്ടിട്ട് പിന്നെ താഴെ പിന്നെ മറ്റ് ലുങ്കി ഉടുത്തോണ്ടല്ല നടക്കേണ്ടത്. അതുപോലെ ആയിരിക്കും മറ്റു മന്ത്രിമാര് യാതൊരു പിന്നെ കൾച്ചറും ഇല്ലാത്തതും പിന്നെ തരൂര് മാത്രം ഹൈ പ്രൊഫൈലായിട്ട് നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എന്തായാലും തരൂരിനെ ഉയർത്തുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെ ആയിരിക്കും. ഉയർത്താനുള്ളത് കോൺഗ്രസിന് ഗുണം ചെയ്യും. പക്ഷെ അത് കോൺഗ്രസ് എത്രത്തോളം ഉൾക്കൊള്ളും? സർ, ഇപ്പുറത്ത് ഒന്ന് ആലോചിക്കുക. അങ്ങനെ തരൂർ ഇപ്പുറത്തോട്ട് വന്നാൽ, തരൂര് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാൽ ഈ LDFന്റെയും BJPയുടെ ഒക്കെ സ്ട്രാറ്റജി എങ്ങനെയായിരിക്കും? അവർക്ക് അതിനകത്ത് മാറ്റം. അവര് വലിയ പെട്ടുപോകും, പ്രത്യേകിച്ച് LDF. എന്നാൽ LDF ഇപ്പൊ ആശ്വസിച്ച് നിൽക്കുന്നത് ഈ കോൺഗ്രസിന്റെ തമ്മിലടിയിലാണ്. വേറെ ഒരു നേട്ടവും ഇങ്ങോട്ട് വന്നല്ലോ എന്നുള്ളത്. അതൊക്കെ സാറേ, നായന്മാർ എത്ര കണ്ട് വോട്ട് ചെയ്യുമെന്ന് നമുക്ക് ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല കേട്ടോ. ഇപ്പൊ സുകുമാരനാർ പറയുന്ന അനുസരിച്ചാണോ നായന്മാരെല്ലാം വോട്ട് ചെയ്യുന്നത്? പള്ളിയില് അല്ല, അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറഞ്ഞത് സമദൂരമാണെന്ന്. പള്ളിയിൽ ഇടയലേഖനം വായിക്കുന്നു. പിന്നെ അച്ഛൻ അവിടെ വായിക്കുന്നു, കുഞ്ഞാടുകളെ നിങ്ങൾ പോയി ഇന്നാർക്ക് വോട്ട് ചെയ്യുന്ന പറയുന്ന പോലെയാണ്. അവര് ജീതം പിടിച്ചിട്ടായിരിക്കും പോകുന്നത്. എനിക്ക് സൗകര്യമുള്ളവർക്ക് ചെയ്യുമെന്ന് പറയും. പണ്ടത്തെ കാലത്ത് അങ്ങനല്ല. പിന്നെ കുറച്ച് പഴയ അതിനൊക്കെ ഒരു ചെറിയ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ വലിയ രീതിയിൽ അതൊന്നും സ്വാധീനം ചെലുത്താൻ അതൊരിക്കലും നടക്കത്തില്ല. അപ്പൊ സാറേ, ശരിക്കും തരൂര് വന്നാൽ പെടാൻ പോകുന്നത് LDF ആണ്, BJPയേക്കാൾ കൂടുതൽ. പക്ഷേ BJPക്ക് തരൂര് വരുന്നതിൽ സന്തോഷമേ കാണുള്ളൂ. കാരണം അവര് നരേന്ദ്രമോദിയെ പിന്നെ പിന്തുണയ്ക്കുകയും ഈ ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ അമേരിക്കയിലേക്ക് പോവുകയൊക്കെ ചെയ്ത ആളാണ്. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വലിയ സന്തോഷം. BJP അതിന് ഇക്വലന്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അതെ. ഇപ്പൊ തിരുവനന്തപുരത്ത് തരൂരിനെതിരെ മത്സരിച്ച രാജീവ് ചന്ദ്രശേഖരനെ എന്താ ഇക്വലന്റ് ആയിട്ടുള്ള ഒരാളല്ല. അതെ, അവിടെ പെട്ടുപോയത് പന്നിയനാണ്. അതുപോലെ ആയിരിക്കും LDFനായിരിക്കും ക്ഷീണം സംഭവിക്കാൻ പോകുന്നത്. LDFന് അത് വലിയ തിരിച്ചടിയായിരിക്കും. അങ്ങനെ വരുമ്പോൾ LDF കൂടുതൽ പ്രതിരോധത്തിലാണ്. ഇപ്പോഴ് UDFന്റെ സീറ്റിനേക്കാളും താഴേക്ക് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാൻ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഒരു ചോദ്യം. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് തരൂര്, കാർഗെയുമായിട്ട്. തരൂരിനെ തഴഞ്ഞില്ലേ ഇവരെല്ലാരും? ആ തരൂരിനെ ഇവർ ഉൾക്കൊള്ളുമോ എന്നാണ് അറിയേണ്ടത്, എടുക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അന്ന് തരൂര് എന്നിരുന്നുവെങ്കിൽ ഒരു 10 സീറ്റ് ഇന്ന് കൂടുതൽ ലോക്സഭയിൽ ഇവർക്കുണ്ടാകുമായിരുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാമെന്നുണ്ടെങ്കിൽ 10 സീറ്റ് ഇപ്പൊ അവർ കണക്ക് കൂട്ടുന്നതിനേക്കാൾ 10 സീറ്റ് കൂടുതലായിരിക്കും കിട്ടുമെന്ന് ഉറപ്പുള്ളിടത്ത് ഭൂരിപക്ഷവും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇനി തരൂർ അല്ലെങ്കിൽ പ്രിയങ്കയും കൂടെ അങ്ങോട്ട് കൊണ്ടുവന്ന് നോക്കാൻ ചിത്രം മാറും. രാഹുലിനെ കൊണ്ടുവന്നിട്ട് കാര്യമൊന്നുമില്ല. രാഹുലിന് അത്ര ഓളം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം നമ്മൾ കണ്ടതാണ് വയനാട്ടിലും പിന്നെ ദേശീയ തലത്തിലും ഒക്കെ. രാഹുലിനേക്കാൾ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നത് തരൂരും പ്രിയങ്കയും ഒക്കെ തന്നെയാണ്. പ്രിയങ്കയോ അത്ര മെച്ചമൊന്നുമല്ല. അത് ഞാൻ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ ഒരു പ്രതിരൂപം എന്നുള്ള രീതിയിൽ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളതാണ്. തരൂർ അതല്ല. തരൂർ ആരാണ്? തരൂര് കൃത്യമായിട്ട് ഒരു പൊളിറ്റീഷ്യനാണ്. അല്ല, തരൂർ അല്ലാതെ തരൂരിന്റെ ഫേസ് എന്താണ് എന്നൊക്കെ കൃത്യമായി അദ്ദേഹത്തിന്റെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് മലയാളികൾക്ക് അറിയാം. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തരൂർ ഒന്നുകൂടെ കയറിപ്പോയി. അപ്പൊ പ്രത്യേകിച്ച് ഒരു ദേശീയവാദിയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. രാജ്യത്ത് പോലും ഈ വിദേശത്തേക്ക് അദ്ദേഹം ഈ നിയോഗം ഏറ്റെടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പല അപഖ്യാതികളും പറഞ്ഞപ്പോൾ അദ്ദേഹം അത് എതിർത്തു. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ അതൊന്നും അല്ല സംസാരിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് രാജ്യത്തിന് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും ഒന്നും അറിയില്ല. തരൂരിന് അത് അറിയാം. തരൂരും രാഹുലുമായിട്ടുള്ള വ്യത്യാസം അവിടെയാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർക്കൊരു പ്ലസ് പോയിന്റ് തന്നെ ആയി മാറും. തരൂരിനെ ഉയർത്തിക്കാട്ടാൻ ഒന്നിച്ചു നിന്നാൽ ഇവർക്ക് നേടിയെടുക്കാവുന്നതാണ്. സുഖമായിട്ട് ഭരണം പിടിക്കാം.